മലപ്പുറം വണ്ടൂർ നടുവട്ടത്ത് യുവാവ് മരിച്ചത് നിപ ബാധിച്ചെന്ന സംശയം. ബംഗളൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. കോഴിക്കോട്ടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ്. KT സ്വാലിഹ ചേരുകയാണ്. സ്വാലിഹ, നിപ ആശങ്ക ഒഴിഞ്ഞു എന്ന് കരുതിയ സമയത്താണ് വീണ്ടും സമാനമായ ലക്ഷണങ്ങളോടെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് വിവരങ്ങൾ? മഞ്ഞപ്പിത്തം ബാധിച്ചാണ് ചികിത്സയിലിരുന്ന നടുവത്ത് സ്വദേശി മരിക്കുന്നത്. നിയാസ് പുതിയത്താണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് വിദ്യാർത്ഥിനിയായ നിയാസ് പനി ബാധിച്ചാണ് നാട്ടിലെത്തുന്നത്. പിന്നീട് പനി കടുത്തതോടെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടെ നിന്നാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. മഞ്ഞപ്പിത്തം കരളിനെ ബാധിച്ചിരുന്നുവെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം മരണവും സംഭവിച്ചു. നിപ്പയുടെ ലക്ഷണങ്ങളില്ലായിരുന്നുവെങ്കിലും കോഴിക്കോട്ടെ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവാണ്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം കൂടി വന്നാലേ നിപ്പ സ്ഥിരീകരിക്കാനാവൂ. ആരോഗ്യ വകുപ്പ് ജാഗ്രതാ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ 14 വയസ്സുകാരൻ നിപ്പ ബാധിച്ച് മരിച്ചത് 2 മാസം മുൻപാണ്. നടുവത്ത് നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയാണ് ചെമ്പ്രശ്ശേരി. ആരോഗ്യ വകുപ്പ് ഇപ്പോൾ ഓൺലൈനായി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് വേണ്ട മുൻകരുതലുകളിലേക്ക് എല്ലാം കടക്കേണ്ടതുണ്ട്. പക്ഷേ നാളെയോ അതല്ലെങ്കിൽ മറ്റന്നാളോ ആയിരിക്കും ഇത് സംബന്ധിച്ച പൂനെയിലെ റിസൾട്ട് ലഭ്യമാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. DMO പറഞ്ഞത് ഈ ഏതെങ്കിലും തരത്തിലുള്ള നിപ്പയുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷണങ്ങളും ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പരിശോധനാ ഫലം പോസിറ്റീവാണ്. വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായാലും ആരോഗ്യ വകുപ്പ് മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിച്ചു വരുന്നുണ്ട്. അഷിത. ശരി, KT സ്വാലിഹ വിവരങ്ങൾ നൽകിയത്. പ്രാഥമിക പരിശോധനയിൽ നിപ പോസിറ്റീവാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം വരേണ്ടതുണ്ട് സ്ഥിരീകരിക്കാൻ. KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്.